പൊതിച്ചോറിൻ്റെ റീല് കണ്ടപ്പോഴാണ് കേട്ടോ ഞമ്മക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കി കഴിച്ചാലോ എന്നൊരാഗ്രഹം. കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പൊതിച്ചോറ് അങ്ങോട്ട് തട്ടിക്കൂട്ടാ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഗ്രേവി ഉണ്ടാക്കി, ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടാക്കി കേട്ടോ. അതുപോലെ തന്നെ പൊതിച്ചോറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ മുട്ട. അപ്പം ഒരു മുട്ടയും കൂടി പൊരിച്ചെടുത്തു, കുറച്ച് ഉരുളൻകിഴങ്ങ് ഉപ്പേരിയും അച്ചാറും അത്ര വെച്ചിട്ടാണ് കേട്ടോ ചെറിയ സിമ്പിളായിട്ട് ഒരു പൊതിച്ചോറ് തന്നെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ കുറച്ച് ചോറെടുത്തു, ഒരു വാഴയിലയൊക്കെ വാട്ടി ചോറ് അതിലിട്ടു കേട്ടോ. കുറച്ച് ഉപ്പേരിയും ചമ്മന്തിയും അച്ചാറും കൂടെ നമ്മുടെ ചിക്കൻ കറിയും കൂടിയും വെച്ചു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ആ മുട്ട പൊരിച്ചതും കൂടി അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് 4 സൈഡിൽ നിന്ന് മടക്കി മടക്കി കൂട്ടി കെട്ടി വെച്ചു കേട്ടോ. 2 മണിക്കൂർ അങ്ങനെ വെച്ചിട്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടില്ല വന്നിട്ടത് തുറന്നു കേട്ടോ. എന്താ മണം! തുറക്കുമ്പോൾ തന്നെ നല്ല കൊതി വരുന്ന മണമായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കേട്ടോ. പണ്ട് കാലത്തെ ഓർമ്മകളൊക്കെ പറഞ്ഞിട്ട് ആ ചോറ് മുഴുവൻ കഴിച്ചു കേട്ടോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.